നല്ല നാടൻ ചക്ക കിട്ടിയപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിലേക്കുള്ള റെസിപ്പി ഓർമ്മ വന്നു. എന്നാൽ പിന്നെ ഉണ്ടാക്കാന്ന് ഓർത്തു. ചക്ക ഇതേപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ നേന്ത്രപ്പഴം അതും ഇതേപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യുക. പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം ബട്ടർ ഇടുക. മെൽറ്റ് ആയതിനു ശേഷം ആദ്യം സ്ലൈസ് ചെയ്ത ചക്ക പീസ് ഇടുക. ചക്ക ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വന്ന മട്ടിലാവുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഏത്തപ്പഴം നേന്ത്രപ്പഴം അതും അതിലേക്ക് ആഡ് ചെയ്യുക. അതും ചക്കയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പഴവും ഏകദേശം വാടിയ മട്ടാവുമ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ വേറെ ബൗളിലേക്ക് മാറ്റുക. അതല്ലാന്നാണെങ്കിൽ അതൊരു സൈഡിലേക്ക് നീക്കിയിട്ട് ബട്ടർ ഇട്ടിട്ട് ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം ഷുഗർ ഇട്ടിട്ട് ഒരു കാരമലൈസ്ഡ് ഫോമിലേക്ക് ആക്കുക. കാരമലൈസ്ഡ് ഫോം ആയതിനു ശേഷം ആ ചക്കയും പഴവും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. ഏകദേശം ഇങ്ങനത്തെ ഒരു കളർ വരും, ഒരു വാടിയ മട്ട് വരും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ അരച്ച് വെച്ചേക്കുന്നുണ്ട്. ആ തേങ്ങാപ്പാലേക്ക് കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സിന് ശേഷം ആ ഒരു ഏത്തപ്പഴം ചക്കയിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു കുറുകണ ഫോമിലേക്ക് ആവണ വരെ കുറച്ച് ഇളക്കി കൊടുക്കണം കേട്ടോ. ആദ്യമേ തന്നെ കുറച്ച് ഏലക്ക പൊടിച്ച് ആഡ് ചെയ്യുന്നതാണ് ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ഇട്ടത്. എന്തായാലും കുഴപ്പമില്ല, ഏലക്കയും ആഡ് ചെയ്യുക. ഞാൻ നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ ഈ ഒരു കുറുകിയ മട്ടാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സെറ്റായിട്ടുണ്ടാവും. എങ്ങനെയുണ്ട്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ലേ ഇത്. ഒന്നല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഒപ്പം അപ്പൻ്റെ ഒപ്പം കഴിക്കേണ്ടത്. പക്ഷെ ഞാൻ നല്ല സോഫ്റ്റ് ചൂട് പുട്ടിൻ്റെ ഒപ്പം കുഴച്ചങ്ങനെ അടിച്ച് എൻ്റെ മക്കളെ അടിപൊളിയായിരുന്നു കേട്ടോ. കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കാൻ തോന്നും. സംഭവം നല്ല ടേസ്റ്റ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ മസ്സലാമ.